ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മൂന്നാമത്തെ യൂണിറ്റ്? ഡൽഹൌസി ആൻഡ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ഡൽഹൌസിയുടെ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന പോളിസിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡൽഹൌസി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ഡൽഹൌസി, ലോർഡ് ഡൽഹൌസി. 1848 മുതൽക്ക് 1856 വരെയാണ് അദ്ദേഹം ഇവിടെ ഗവർണർ ജനറലായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ 1848 ഇദ്ദേഹം ഗവർണർ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്യണം, ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹി ഇംപ്ലിമെന്റഡ് ദ പോളിസി ഓഫ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന പോളിസി അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന പോളിസിയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, 1857 നടന്നിട്ടുള്ള ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണമായത് എന്നും കൂടെ പറയുന്നുണ്ട്. ആ ഒരു ചരിത്രം അങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്? എന്താണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്? നമ്മൾ ലോർഡ് വെല്ലസ്ലിയുടെ സബ്സിഡറി അലയൻസ് സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ഥലങ്ങൾ ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതിയായിരുന്നു ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഡോക്ട്രൈൻ ഓഫ് ലാബ്സിൻ്റെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ദത്തവകാശ നിയമം, അങ്ങനൊരു പേരാണത് പറയുന്നത്, ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഇനി ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെറിട്ടറി, അതായത് ഒരു ഭരണപ്രദേശം, ആ ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ആ ഭരണപ്രദേശത്തിലെ രാജാവ് അനന്തരാവകാശികളില്ലാതെ മരിക്കുകയാണെങ്കിൽ, തുടർഭരണത്തിന് ഒരു അനന്തരാവകാശി ഇല്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത്തരം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുന്ന സിസ്റ്റത്തിനെയാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അതിനാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നാച്ചുറൽ ആയിട്ടൊരു പരമ്പരാഗത അവകാശികളില്ലാതെ വരുന്ന രാജ്യപ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കമ്പനിയുടെ കീഴിലേക്ക് വരുന്ന ഒരു രീതിയെ നമുക്ക് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയാൻ സാധിക്കും. അതാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി പലയിടത്തും ഇത്തരത്തിൽ അനന്തരാവകാശികൾ ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ രാജാക്കന്മാർ ദത്തെടുക്കും, കുട്ടികളെ ദത്തെടുക്കുമല്ലോ, അടുത്തൊരു അവകാശിയായിട്ട് ദത്തെടുക്കും. അങ്ങനെ ദത്തെടുക്കണമെങ്കിലും ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അനുമതിയോടുകൂടെ മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ എന്ന നിയമവും അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഒരു ദത്തവകാശം നടത്തണമെങ്കിൽ അവിടെയും ആരുടെ ഇത് വേണം? അനുവാദം വേണം. ബ്രിട്ടീഷ് എംപയറിൻ്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുവാദം വേണം. അപ്പോൾ ഇതായിരുന്നു ഡോക്ട്രൈൻ ഓഫ് ലാബ്സിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇനി ഇതിനോടൊപ്പം തന്നെ ഇവർ മറ്റൊരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിലേക്ക് പല സ്ഥലങ്ങളും കൊണ്ടുവരികയാണല്ലോ. പല സ്ഥലങ്ങളിലും അനന്തരാവകാശികൾ ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാർ ഈ ഒരു ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആ പ്രദേശം, നാട്ടുരാജ്യം ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരും, ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ അവർ പറയുന്നൊരു ന്യായം എന്ന് പറഞ്ഞാൽ അവിടെ ഭരണം നടത്തുന്ന ആള് കൃത്യമായിട്ട് ഭരണം നടത്തുന്നില്ല, അഴിമതിയുടെ ഭരണമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആ അധികാരത്തിലിരിക്കുന്ന ആൾ ദുർബലനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടും ഈ നാട്ടുരാജ്യങ്ങളെ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന പദ്ധതിയുടെ ഭാഗമാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഡൽഹൌസി ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന പദ്ധതി ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്താണെന്ന് നമ്മളോട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗത അവകാശികളില്ലാതെ ഒരു നാട്ടുരാജ്യം അനാഥമാകുന്ന സാഹചര്യത്തിൽ
അനാഥമാകുന്ന സാഹചര്യത്തിൽ അത്തരം പ്രദേശങ്ങൾ ബ്രിട്ടീഷ് എംപയറിന്റെ കീഴിലേക്ക് കണ്ടുകെട്ടുന്ന രീതിയെയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ബ്രിട്ടനിലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് 1834 തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. 1834 തന്നെ അവർ ഈ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് 1848 അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഡൽഹൌസി നടപ്പിലാക്കി എന്നേ ഉള്ളൂ. ഡൽഹൌസിയുടെ സ്വന്തം തീരുമാനത്തിലെടുത്ത ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിപൂർവ്വമുള്ള പദ്ധതി തന്നെയായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വന്നത്? ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഈ നാട്ടുരാജ്യങ്ങളുടെ മേൽ പൂർണ്ണമായിട്ടുമുള്ള അധികാരം സ്ഥാപിക്കാൻ സാധിക്കും. ഒരു സർവാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ പറ്റും അല്ലെ. അങ്ങനെ സർവാധിപത്യം സ്ഥാപിച്ചെടുത്താൽ ഈ ഒരു കാലഘട്ടം ഏതാണ്? 1848 കാലഘട്ടമാണ് അല്ലെ. 1800 എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് എംപയറിന്റെ, അതായത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ലണ്ടൻ ഡേറ്റ് സുവർണ കാലഘട്ടമാണ്. എന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന കാലഘട്ടമാണ് അല്ലെ. വ്യാവസായിക വിപ്ലവത്തിന്റെ കാലമാണ് ബ്രിട്ടനില്. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിന് എന്ത് വേണം? ഇവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റോ മെറ്റീരിയൽസ് വേണം. പ്രത്യേകിച്ചും കോട്ടൺ ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ ഒരു മൊണോപ്പൊളി, ഒരു ആധിപത്യം ആർക്ക് വേണം? ബ്രിട്ടീഷുകാർക്ക് വേണം. അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വഴി ബ്രിട്ടീഷ് എംപയർ അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇന്ത്യയുടെ മേൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പോലുള്ള പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നത്. കൂടുതൽ അധികാരം ഇന്ത്യയിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനും അവരവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു നികുതിയും കൂടാതെ ഇവിടെ വന്ന് നിർബന്ധപൂർവ്വം വിറ്റഴിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒക്കെ ഇവിടെ ഡൽഹൌസി നടപ്പിലാക്കുന്നത്. ഓക്കെ, അതായിരുന്നു അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി പല സ്ഥലങ്ങളും ഈ ഒരു പോളിസി ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൈക്കലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രദേശങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അനക്സേഷൻ ഓഫ് സത്താര, ഝാൻസി, ഔദ്. ഈ 3 പ്രദേശങ്ങളാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം അനക്സേഷൻ ഓഫ് സത്താര. സത്താര എന്ന് പറയുന്ന പ്രദേശം 1848 ഈ ഒരു പദ്ധതി പ്രകാരം ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ ഇവർ ഭാഗമാക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയിട്ടുള്ള ടെറിട്ടറിയും സത്താര തന്നെയാണ്. സത്താര ഇൻ ദ ഇയർ 1848. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് സത്താരയിലാണ്, 1848. സത്താരയിൽ ഭരണം നടത്തിയിരുന്നത് അപ്പ സാഹിബ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പ സാഹിബ് അദ്ദേഹം അനന്തരാവകാശികളില്ലാതെ, അതായത് മക്കളില്ലാതെ മരിക്കുന്ന ഒരു സ്ഥിതി വന്നു. പക്ഷെ ഒരു മകനെ അവർ ദത്തെടുത്തിരുന്നു. ആ മകനെ കമ്പനി അനന്തരാവകാശിയായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. അനന്തരാവകാശിയായിട്ട് മകൻ ഉണ്ടെങ്കിലും, അതായത് ദത്തെടുത്ത മകൻ ഉണ്ടെങ്കിലും അവരെ ബ്രിട്ടീഷുകാർ അംഗീകരിക്കില്ല. ബഹദൂർ ഷായാണ് അപ്പ സാഹിബിന് ശേഷം അധികാരത്തിലേക്ക് വന്നത്. ആരാണ്? ബഹദൂർ ഷാ. അപ്പ സാഹിബിന് ശേഷം ബഹദൂർ ഷാ അധികാരത്തിലേക്ക് വന്നു. പക്ഷെ ബഹദൂർ ഷായ്ക്ക് അധികാരത്തിലിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ സത്താര എന്ന് പറയുന്ന പ്രദേശം അനക്സ് ചെയ്ത് കൂടെ ചേർക്കുന്നത് 1848. ഫസ്റ്റ് അനക്സേഷൻ ഓൺ സത്താരയാണ്. ഇനി മറ്റൊരു പ്രദേശമായിരുന്നു അനക്സേഷൻ ഓഫ് ഝാൻസി. ഝാൻസി എന്ന് പറയുന്ന പ്രദേശം നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഝാൻസി റാണി, അത് നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരുന്നുകൊണ്ട് ഝാൻസി അനക്സേഷൻ കേട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നടക്കുന്നത് 1854, 1854 ഇത് നടക്കുന്നത്. രാജ ഗംഗാധർ റാവുവിന്റെ ഭാര്യയായിരുന്നു റാണി ലക്ഷ്മി ബായ്. ഈ ഗംഗാധർ റാവുവിന്റെ മരണം സംഭവിക്കുന്നു. അവർക്കും എന്താ പറയുക, മകൻ ഉണ്ടായിരുന്നില്ല. സ്വത്തവകാശത്തിന് വേണ്ടിയുള്ള അനന്തരാവകാശികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഒരു ആൺകുട്ടീനെ ദത്തെടുത്തിരുന്നു. ആ ആൺകുട്ടീനെ ദത്തെടുത്തെങ്കിലും അത് കമ്പനിയുടെ അനുവാദത്തോടു കൂടിയല്ല ദത്തെടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ദത്തെടുത്ത കുട്ടീനെ അനന്തരാവകാശിയായിട്ട് കമ്പനി അംഗീകരിക്കുകയും ചെയ്തില്ല. അപ്പോൾ ഈ റാണി ലക്ഷ്മി ബായ് ഈ ദത്തെടുത്ത മകനെ അനന്തരാവകാശിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ മുൻപാകെ ചെന്ന് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അനന്തരാവകാശിയാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ അതിന് സമ്മതിക്കില്ല എന്ന് കണ്ടു. അങ്ങനെയാണ് 1857 ഝാൻസി റാണി ഇവരെയായിട്ട്, ബ്രിട്ടീഷുകാരെയായിട്ട് യുദ്ധത്തിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഝാൻസി റാണിയുടെ യുദ്ധം എല്ലാം വരുന്നത്. അങ്ങനെ
ഝാൻസി ഇവരുടെ കീഴിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. ഇനി അടുത്തൊരു അനക്സേഷനാണ് അനക്സേഷൻ ഓഫ് ഔദ്. ഔദ് 1856 നടക്കുന്നത്. ഔദിന്റെ ഒരു കാര്യമൊക്കെ നമ്മൾ ബാറ്റിൽ ഓഫ് ബക്സർ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഔദ് ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ഔദ് എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാരോട് വളരെ ലോയലായിട്ടുള്ള, വളരെ അനുസരണയുള്ള ഒരു നാട്ടുരാജ്യമായിരുന്നു ഔദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ വളരെ എന്താ പറയാ, എല്ലാ അച്ചടക്കത്തോടും കൂടി നിൽക്കുന്ന നാട്ടുരാജ്യമായതുകൊണ്ട് തന്നെ ഔദിനെ ബ്രിട്ടീഷുകാർ പിന്നെ അനക്സ് ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും ചെന്നിട്ടില്ല. കാരണം അവർ ഓൾറെഡി അടിമകളെ പോലെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഔദിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമെങ്കിലും ഔദിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഔദിന്റെ മീതെയും ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് പദ്ധതി ഡൽഹൌസി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഔദിൽ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും പിന്തുടർച്ച അവകാശികൾ ഇല്ലാത്ത സ്ഥിതി വന്നിട്ടില്ല. പിന്തുടർച്ച അവകാശികൾ നിലനിൽക്കുമ്പോഴും അവിടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന പദ്ധതി അവിടെ നടപ്പിലാക്കി. എങ്ങനെയാണ് നടപ്പിലാക്കിയത്? അവിടെ ഭരിക്കുന്നവര് ഭരണം കൃത്യമായി നടപ്പിലാക്കുന്നില്ല, ദുർഭരണമാണ് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഔദിനെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കമ്പനി അനക്സ് ചെയ്യുന്നത്, അതായത് കൂട്ടിച്ചേർക്കുന്നത്. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അവിടെ. അപ്പോൾ ആ രീതിയിലും എന്ത് നടപ്പിലാക്കുന്നുണ്ട്? ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ 3 പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ മറ്റു പ്രദേശങ്ങൾ നോക്കാം. ജയ്പൂറും സാമ്പൽപൂറും ഇത് രണ്ടും 1849 ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരുന്നത്. അതായത് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി അനക്സ് ചെയ്ത വർഷമാട്ടോ പറയുന്നത്. ദെൻ ഭഗത് എന്ന് പറയുന്ന പ്രദേശം 1850, ഉദയ്പൂർ 1852, ഝാൻസി 1853, 54 ഡിസ്കസ് ചെയ്തു, നാഗ്പൂർ 1854. ഇത്രയും പ്രദേശങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് അനക്സ് ചെയ്ത് കൂടെ നിർത്തുന്നത്. ഇതിൽ ഭഗത്തും ഉദയ്പൂർ എന്ന് പറഞ്ഞ 2 പ്രദേശങ്ങൾ കാനിങ് എന്ന് പറയുന്ന വൈസ്രോയ് അധികാരത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഗവർണർ ജനറൽ അധികാരത്തിലേക്ക് വന്നപ്പോൾ തിരിച്ചു നൽകുകയും അനക്സാക്ഷനിൽ നിന്ന് അവരെ മോചിപ്പിച്ച് തിരിച്ചു നൽകുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും നമുക്ക് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യാനാവും. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് നടപ്പിലാക്കിയത് സത്താര, ഝാൻസി, ഔദ്, പിന്നെ മറിച്ച് കുറച്ച് പ്രദേശങ്ങളിലുണ്ട്. ആദ്യമായി നടപ്പിലാക്കുന്നത് സത്താരയിലാണ്. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് പറഞ്ഞാൽ എന്താണ്? ദത്തെടുക്കുക എന്ന് പറയുന്ന ഒരു അവകാശം ഇല്ലാതാക്കുകയും അതേസമയം അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു നാട്ടുരാജ്യം വരികയാണെങ്കിൽ ആ നാട്ടുരാജ്യത്തിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംവിധാനത്തിനെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് നമുക്ക് വിളിക്കാം. 1848 ഡൽഹൌസി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഓർത്തു വയ്ക്കേണ്ടത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് നടപ്പിലാക്കുന്ന ആരാണ്? ഡൽഹൌസിയാണ്. അതേസമയം സബ്സിഡറി അലയൻസ് സിസ്റ്റം നടപ്പിലാക്കുന്നത് ആരാണ്? വെല്ലസ്ലിയാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്, പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.